ഫാദർ ലീനസ് മരിയ സുക്കോൾ എന്ന ഇറ്റാലിയൻ ജസ്യൂട്ട് വൈദികനെ കണ്ണൂർ ജനത മാത്രമല്ല കേരളവും മറക്കില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 10ാം വർഷം നാട് ആഘോഷിക്കുകയാണ്. കണ്ണൂർ രൂപതയിലെ പരിയാരത്തിനടുത്ത് മരിയാപുരം നിത്യസഹായ ദേവാലയത്തിലെ കബറിടത്തിൽ നിത്യവിശ്രമത്തിലാണ് അദ്ദേഹം. ഇവിടെ പ്രാർത്ഥിക്കാനെത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഒരു വൈദികനല്ല, വിശുദ്ധൻ തന്നെയാണ് ഇവിടെ നിത്യനിദ്ര കൊള്ളുന്നതെന്നാണ് സന്ദർശകരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. സമൂഹത്തിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്ന ലക്ഷ്യം വെച്ച് നിർധനരായ 7000-ലധികം കുടുംബങ്ങൾക്കാണ് അദ്ദേഹം സ്ഥലവും വീടും സമ്മാനിച്ചിട്ടുള്ളത്. അവർക്കെല്ലാം കുടിവെള്ളം ലഭ്യമാക്കാനായി കിണറുകളും നിർമ്മിച്ചു നൽകി. പരാശ്രയമില്ലാതെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കാനായി ദരിദ്രരായ 10,000-ങ്ങൾക്ക് തയ്യൽ മെഷീൻ, ഓട്ടോറിക്ഷ, കറവ് പശു, ആട്, കോഴി തുടങ്ങിയവയിലൂടെ വരുമാന സ്രോതസ് ഒരുക്കി കൊടുത്തു. രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി. ജാതിമത ഭേദമന്യേ അനേകായിരങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ തൂവൽ സ്പർശമായി ജീവിച്ച സ്നേഹകാരുണികനായിരുന്നു സുക്കോളച്ചൻ. ജപ്പാനിലോ ആഫ്രിക്കയിലോ പോയി മിഷനറി പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിച്ച ഇറ്റലിക്കാരനായ സുക്കോളച്ചൻ എത്തിച്ചേർന്നത് കേരളത്തിലെ കണ്ണൂരിലാണെന്ന് മാത്രം. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ പ്രത്യക്ഷപ്പെടുന്ന സുക്കോളച്ചൻ ഒരു തരത്തിലും മറ്റുള്ളവർക്ക് സങ്കടമുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു. പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായി ലളിത ജീവിതം നയിച്ചു അദ്ദേഹം. മരിയാപുരം ഇടവകപ്പള്ളിയുടെ സമീപം ഒരു ഫാൻ പോലും ഇല്ലാത്ത ഒരു കുടുസുമുറിയിൽ ഒരു പലകക്കട്ടിലിൽ അച്ഛൻ അന്തിയുറങ്ങി. പ്രശസ്തിയോ പ്രതിഫലമോ സുഖസൗകര്യമോ ഒന്നും തനിക്ക് വേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. 2 പ്രാവശ്യം തുന്നിക്കൂട്ടിയ ചെരുപ്പ് പിന്നെയും പൊട്ടിയപ്പോൾ 3ാമതും തുന്നുന്നതിനായി അച്ഛൻ കൈക്കാരനെ ഏൽപ്പിച്ചു. ഈ ചെരുപ്പ് ഇനിയും തുന്നാൻ പോയാൽ ചെരുപ്പ് കുത്തിയത് പുറത്തേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് അച്ഛന് ഞാൻ പുതിയൊന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ദാരിദ്ര്യവ്രതമാണെന്ന് നിനക്കറിയില്ലേ, നീ വാങ്ങിത്തന്നാലും ഞാനത് ഉപയോഗിക്കില്ല എന്നച്ഛൻ കർശനമായി പറഞ്ഞു. മറ്റുള്ളവർക്ക് ഫാനും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കിയ അച്ഛൻ ഒരിക്കലും ഫാനിന്റെ കുളിർക്കാറ്റ് എന്തെന്നറിഞ്ഞിട്ടില്ല. സുക്കോളച്ചൻ ഉപയോഗിച്ചിരുന്ന കുടയുടെ കാൽ പട്ടി കടിച്ചു മുറിച്ചിട്ടും പുതിയൊരു കുട മാറ്റി വാങ്ങാൻ അച്ഛൻ തയ്യാറായില്ല. കൈക്കാരൻ പുതിയതൊന്ന് വാങ്ങി നൽകിയെങ്കിലും അദ്ദേഹം അത് മഴ നനഞ്ഞു വന്നൊരാൾക്ക് സമ്മാനിച്ചു. ഒടുവിൽ കടുത്ത നിർബന്ധത്തിന് വഴങ്ങിയാണ് പൊട്ടിപ്പോയ കുടയുടെ കാൽ മാറ്റാൻ തയ്യാറായത്. അത്രത്തോളം നിലപാടുകളിൽ കാർക്കശ്യവും ബന്ധങ്ങളിൽ ഊഷ്മളതയും പുലർത്തിയ വ്യക്തിയായിരുന്നു സുക്കോളച്ചൻ. ശ്വാസകോശത്തിൽ ക്യാൻസർ സംഹാരതാണ്ഡവമാടിയപ്പോഴും വേദനയുടെ ചെറുകണിക പോലും അച്ഛൻ പുറത്തു കാട്ടിയില്ല. ഒടുവിൽ ആസന്നമായ മരണത്തിന് ഡോക്ടർ കുറിച്ച സമയത്തിനു മുമ്പേ അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി. 2014 ജനുവരി 6-നായിരുന്നു മരണം. സുക്കോളച്ചൻ പണി കഴിപ്പിച്ച മരിയാപുരം നിത്യസഹായ മാതാ ദേവാലയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. ആ കല്ലറയ്ക്ക് മുകളിൽ അന്വർത്ഥമായ ഈ വാചകങ്ങൾ കാണാം: ദൈവത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം ദൈവത്തിങ്കലേക്ക്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അദ്ദേഹത്തെ സഭ ദൈവദാസൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിരുന്നു. സുക്കോളച്ചനെ പോലെ ഒരാൾ നമ്മിലൂടെ കടന്നു പോകണം. ഇടയ്ക്കിടെ മെല്ലെ മെല്ലെ കാരുണ്യം കിനിയുന്ന പുഞ്ചിരിയോടെയുള്ള ആ കടന്നുപോകൽ നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ തരളിതമാക്കും. ജാതിമത രാഷ്ട്രീയ ചേരിതിരിവുകൾക്കപ്പുറം കണ്ണൂരിൽ മാത്രമല്ല, ഏവർക്കും കാലത്തിനപ്പുറവും കാരുണ്യത്തിന്റെ ഉൾപ്രചോദനമായി കനിവ് നിറഞ്ഞ ആ കർമ്മയോഗി ഇന്നും നന്മയുടെ പുതുമഴ പോലെ നമ്മിൽ പെയ്തുകൊണ്ടിരിക്കുന്നു.